ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളുകൾക്ക് ശേഷം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും അറിയില്ല. അപ്പം തുടങ്ങിയാണ്. രാവിലെ 6:30 ആയിട്ടുണ്ട്. കുറച്ച് നേരമായി എണീറ്റിട്ട് നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ട് കയറി. ഇന്ന് സിനാനും യശുവിനും സ്കൂളിൽ പോകാനുള്ള ദിവസമാണ്. അപ്പോൾ ഇവിടെ മഴയൊക്കെ ആയിരുന്നു. മഴയൊക്കെ പെയ്ത് ചെറുതായിട്ട് മഴയൊക്കെ പെയ്ത് നിൽപ്പുണ്ട്. എന്നാലും ഒരു മഴയുടെ ഒരു അന്തരീക്ഷമൊക്കെ കാണുന്നുണ്ട്. സിനാനും ഐഷുവും ഇതുവരെ ഉറക്കമൊന്നും എണീറ്റിട്ടില്ല. ഐഷു സിനാനും നല്ല ഉറക്കമാണ്. എണീക്കാനുള്ള ടൈമായി വരുന്നതേ ഉള്ളൂ. സ്കൂളിൽ പോകാനുള്ള ദിവസമല്ലേ, അപ്പം എണീക്കാനുള്ള ടൈമായി വരുന്നതേ ഉള്ളൂ. എന്തായാലും രാവിലെ ചായ ഇടാൻ പോവുകയാണ്. എന്തായാലും ചായ ഇല്ലാതൊരു ദിവസം തുടങ്ങുന്നൊരു കാര്യമില്ല. ചായ എന്തായാലും മസ്റ്റാണ് നമുക്ക്. ചായ ഇൻഡക്ഷൻ ടോപ്പിൽ വെച്ചിട്ടുണ്ട്. ചായ അടുപ്പത്ത് വെച്ച് പിന്നെ ഗ്യാസിലായിട്ട് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ സിനാൻ ഉറക്കം എണീറ്റോ നോക്കാൻ പോയി. ഇപ്പോൾ സിനാൻ ഉറക്കം എണീറ്റത് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ ചായ റെഡിയായി. ഇനി ചായ കുടിച്ചിട്ടാണ് ബാക്കിയുള്ള പരിപാടികൾ. ഐഷു ഉറക്കം എണീറ്റ് വന്നത് ബ്രഷൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഇനി പല്ല് തേക്കാനുള്ള ചടങ്ങാണ് അല്ലേ ഐഷു? ഐഷു നോക്ക്, പല്ല് തേക്കാൻ പോവുകയാണോ? അപ്പം പല്ലൊക്കെ പോയി തേച്ചിട്ടോ. സമയം ഒരുപാടായി. ഇനി ബാക്കിയുള്ള കാര്യങ്ങളുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പം ഇന്ന് പുട്ട് പിഴുങ്ങാമെന്നാണ് വിചാരിച്ചത്. കാരണം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ടൈം. അന്നേരം പുട്ടാകുമ്പം വേഗം ആവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ അരിമാവ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എളുപ്പ വഴിയാണ് ചെയ്യുന്നത്. മാവ് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തു. പിന്നെ തലേന്നത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു, അതും അതിൻ്റെ കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറ് അത് ഓൺ ചെയ്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കും. ചെറുതായിട്ടൊന്ന് സ്പീഡ് കൂട്ടിയും കുറച്ചും ഇട്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ പുട്ടിൻ്റെ മാവ് ഇവിടെ റെഡിയായി കഴിയും. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. കണ്ട പുട്ടിൻ്റെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പുട്ട് പുഴുങ്ങിയാലും നല്ല സൂപ്പർ സോഫ്റ്റ് ആയിരിക്കും. ഒരുപാട് കട്ടകളും ഒന്നും ഇല്ലാതെ നമുക്ക് ഇങ്ങനെ കിട്ടും. ഞാൻ ഉപ്പ് ലാസ്റ്റാണ് ചേർക്കുന്നത്. പുട്ടിൻ്റെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഐഷു പല്ലൊക്കെ തേച്ചതാ കസേരയിൽ വന്നിരിക്കുകയാണ്. അടുക്കളയിൽ നമ്മൾ 2 കസേര വെച്ചിട്ടുണ്ട്. കാരണം സിനാനും ഐഷുവും അതിൽ വന്ന് ഉറക്കം എണീറ്റിട്ടായാലും വന്ന് അതിലായിരിക്കും ഇരിക്കുന്നത്. ഇന്ന് സിനാൻ നേരെ പോയി സെറ്റിയിൽ കിടക്കുകയാണ്. ഐഷു വന്ന് പല്ല് തേച്ച് എല്ലാം കഴിഞ്ഞിട്ടല്ലാതെ അവൻ അവിടെ നിന്ന് എണീക്കുന്ന പ്രശ്നമില്ല. അങ്ങനെ ഞാൻ പറയുകയാണ് ഇനി കുളിക്കണം. അങ്ങനെ കുളിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അവൾക്ക് ചൂടുവെള്ളം വേണമെന്നൊക്കെ ഇപ്പം പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ ഒരു കാര്യമുണ്ട്. മഴ മാനത്ത് കണ്ടാൽ തണുപ്പെന്നും പറഞ്ഞ് രാവിലെ കുളിക്കാൻ വലിയ പാടാണ്. അപ്പം ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പം ചൂടുവെള്ളം അനത്തി കൊടുത്ത് കുളിപ്പിക്കാതെ നിവർത്തിയില്ലല്ലോ. എങ്കിൽ ചൂടുവെള്ളം തരാം. ഭയങ്കര ഇഷ്ടമാണ് ചൂടുവെള്ളത്തിൽ കുളിക്കാൻ ഐഷുവിന്. അങ്ങനെ ഐഷുവിന് ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അടുപ്പിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ചോറും തിളയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പുട്ടും ഞാൻ പുഴുങ്ങാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് കുറച്ച് കടലക്കറി ഉണ്ടായിരുന്നു നമ്മൾ തലേന്ന് വെച്ചാണ് രാത്രി. അപ്പോൾ അത് ഞാൻ എടുത്തൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. യൂണിഫോമൊക്കെ ഇട്ടിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞിട്ടോ, ചൂടുവെള്ളമൊക്കെ അനത്തി കൊടുത്തുകൊണ്ട് പെട്ടെന്ന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് യൂണിഫോമൊക്കെ ഇട്ടേക്കാണ്. ഇനി ബാക്കിയുള്ള മുടികെട്ടലുണ്ട്, ഫുഡ് കഴിക്കലുണ്ട്, എല്ലാം കിടക്കുകയാണ്. അങ്ങനെ ഐഷുവിന് പുട്ട് കഴിക്കണം. അവൾക്ക് പഞ്ചസാരയും പപ്പടമാണ് ഇഷ്ടം. നമുക്ക് കറിയൊന്നും വലുതായിട്ട് ഇഷ്ടമില്ല. അപ്പോൾ അവൾക്ക് ഞാൻ ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവച്ചു. അപ്പോൾ അവൾ സോക്സൊക്കെ ഇടുന്നുണ്ടായിരുന്നു. എല്ലാം നമ്മൾ കൊണ്ടുവച്ചാൽ മതി, ബാക്കിയെല്ലാം അവർ തന്നെ ചെയ്തോളും. സിനാന് പുട്ടും കടലക്കറിയാണ്. അവനെന്താ കുളിച്ച് റെഡിയായി വന്ന് നിൽപ്പുണ്ട്. ടേസ്റ്റൊക്കെ നോക്കുവാണ് കൊള്ളാവോ എന്നൊക്കെ. ഈശു ഇവിടെ പമ്മി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് കഴിക്കാൻ വലിയ പാടാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അത് കഴിക്കുന്ന സമയത്ത് ഞാൻ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ടവലൊക്കെ വെച്ചിട്ട് കിറ്റിനകത്ത് ആക്കണം. അങ്ങനെ എല്ലാം റെഡിയായി, മുടിയൊക്കെ കിട്ടി സെറ്റായി, ബാഗ് ഇട്ട് പോവുകയാണ് വണ്ടി കാത്ത് നിൽക്കാൻ വേണ്ടിയിട്ട്. അതാണൊരു ടാസ്ക്. നിങ്ങൾ 2-3 വട്ടം എൻ്റെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും.
നമ്മളുടെ വീടിൻ്റെ റോഡിൻ്റെ അടുത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഇത് കൊട്ടിയം ഹൈവേ ആണ്. അപ്പോൾ ഇപ്പോൾ റോഡ് പണി നടക്കുന്നതുകൊണ്ട് ഇപ്പം നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ട് മതിലൊക്കെ ആക്കി കെട്ടിത്തിരിച്ചതാ ഈ ഒരു അവസ്ഥയാണ്. ഇപ്പുറത്തെ വശത്തുള്ള റോഡ് പണിയേ നടക്കുന്നുള്ളൂ. ഇപ്പുറം ഒരു നീക്കുപോക്കും ഇതുവരെ നടന്നിട്ടില്ല. കാരണം നമ്മൾ ഒരുപാട് പാടുവിടുന്നുണ്ട്. നടന്ന് കുട്ടികളെയും കൊണ്ട് റോഡിൽ വന്ന് മണിക്കൂറോളം നിൽക്കണം. അതുപോലെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇവിടെ തൊളിയാണ് അവസ്ഥ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോഴും നമ്മൾ നല്ല വെയിലുണ്ട്. രാവിലെ മഴയുടെ അന്തരീക്ഷമൊക്കെ മാറിയിട്ടുണ്ട്. നല്ല വെയിലുണ്ട്. കുളിച്ചിട്ട് വന്ന് യൂണിഫോമൊക്കെ ആയിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോഴേക്കും കുട്ടികൾ അങ്ങ് ടയേർഡാവും. ചില സമയം ഒരു 5 മിനിറ്റ് കഴിഞ്ഞായിരിക്കും, ലേറ്റായിട്ടായിരിക്കും വണ്ടി വരുന്നത്. അങ്ങനെ വണ്ടി കാത്ത് നിൽക്കുകയാണ് ഞങ്ങൾ റോഡിൽ. നല്ല വെയിലുണ്ട്. നിങ്ങൾക്ക് നിഴലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ മിൻഹ ബസ് വരാൻ വേണ്ടി കാത്ത് നിൽക്കുകയാണ്. പ്രൈവറ്റ് വണ്ടിയിലാണ് പോകുന്നത് സ്കൂളിലേക്ക്. അങ്ങനെ ഓരോ സ്കൂൾ ബസ്സുകളും റോഡിൽ കൂടെ ഒരുപാട് സ്കൂൾ ബസ്സുകൾ പോകുന്നത് നമുക്ക് കാണാം. കോളേജ് ബസ്സും സ്കൂൾ ബസ്സും എല്ലാം. അങ്ങനെ അത് നോക്കി നമ്മൾ നിൽക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സിനാൻ്റെ യേശുവിൻ്റെയും വണ്ടി വന്നു. അങ്ങനെ വണ്ടി വന്ന് നടന്ന് അതിൽ കയറ്റി വിടാൻ പോവുകയാണ്. റോഡിങ്ങനെ ആയതുകൊണ്ട് വണ്ടി വളച്ച് നിർത്തി അതിൽ കയറ്റി വിടാൻ നമ്മൾ തന്നെ നിൽക്കണം. അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് രണ്ടുപേരും പോയി നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലാണല്ലോ നമ്മളെ ചായക്കട. അതിൻ്റെ ബാക്കിലത്തെ നമ്മളെ അയലത്തെ സുന്ദരി അയറായെ കണ്ടു. അവൾ കുറച്ച് നേരം അവളുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിൽ ചെന്ന് വെളിയിൽ നിൽക്കുന്ന ചെടികളൊക്കെ ഒന്ന് നോക്കി അതിൻ്റെ സൗന്ദര്യമൊക്കെ ഒന്ന് ആസ്വദിച്ച് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഒക്കെ നിന്നു. ഇതൊരു സൈസ് ഓർക്കിഡാണ്, വെള്ള ഓർക്കിഡ്. നമ്മളെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടായതാണ്. അങ്ങനെ അതുമൊക്കെ എൻ്റെ സ്ഥിരം പരിപാടി ഇതാണ്. പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് ഞാനിങ്ങനെ ചെടികളൊക്കെ ഒന്ന് നോക്കി ഈ പൂക്കളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കും. എന്നിട്ട് വീട്ടിനകത്ത് പോയി കാപ്പിയൊക്കെ കഴിച്ചു. എന്നിട്ട് ബാക്കി ചോറിൻ്റെ പരിപാടികൾ, ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി മീൻകറി വെക്കണമെന്ന്. അങ്ങനെ മീൻകറിയൊക്കെ അടുപ്പത്ത് വെച്ച് തിളച്ചു. മീൻ ഇന്ന് അയലയാണ് കിട്ടിയത്. അങ്ങനെ മീനൊക്കെ അതിലിട്ടു. അതൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല വീഡിയോ. ചില ക്ലിപ്പിങ്സൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. മനസ്സിലാവുമല്ലോ നിങ്ങൾക്ക്. ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സാഹസികമായിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അങ്ങനെ കറിയൊക്കെ തിളയ്ക്കാൻ വെച്ചു. അങ്ങനെ അടപ്പൊക്കെ പകുതിയിട്ടു. എൻ്റെ അടുക്കളയുടെ അവസ്ഥ ഇതാണ്. എല്ലാം നിരന്ന് വാരിക്കിടപ്പുണ്ട്. ഇനി നമ്മൾ അടുക്കള വൃത്തിയാക്കണം. അങ്ങനെ അതിൻ്റെ ടോപ്പൊക്കെ വൃത്തിയാക്കിയാണ്. തുണിയൊക്കെ വെച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അതിൻ്റെ പൊടികളെല്ലാം മാറ്റി ഇനി നമ്മൾ നല്ല നീറ്റാക്കി നമ്മൾ അടുക്കളയൊക്കെ ഇനി സുന്ദര കുട്ടപ്പന്മാരാക്കും. ഞാൻ റൈസ് കുക്കറിലാണ് ചോറ് വയ്ക്കുന്നത്. എനിക്ക് അടുപ്പില്ല, ഞാൻ ഗ്യാസ് സ്റ്റൗവിലാണ് വെക്കുന്നത്. അതുകൊണ്ട് റൈസ് കുക്കറിൽ ചോറൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് കുറച്ച് കൊടുത്തു വിട്ടു. ബാക്കി ഞാനെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വേവാനുണ്ടായിരുന്നു. അങ്ങനെ സിങ്കിൻ്റെ ഭാഗമെല്ലാം നല്ലതുപോലെ കഴുകി തേച്ചിറക്കി. ഞാൻ എപ്പോഴും അങ്ങനെയാണ്. എല്ലാ പണിയും ചെയ്തതിന് ശേഷം എല്ലാവരും ഇങ്ങനെ ആയിരിക്കും. എല്ലാം വൃത്തിയാക്കി നീറ്റാക്കി ഇടും. നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കിയിടും. അപ്പോഴത്തേക്ക് കിച്ചണൊക്കെ നല്ല സുന്ദര കുട്ടപ്പന്മാരായി. എല്ലാം റായും പെരയും ഒക്കെ എല്ലാം തൂത്ത് വൃത്തിയാക്കി. അപ്പോഴേക്കും മീൻ പൊരിക്കാനൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഉച്ചയായപ്പോഴേക്കും എനിക്ക് കുറച്ച് ബിരിയാണി കിട്ടി. അങ്ങനെ ആ ബിരിയാണി കഴിക്കാമെന്ന് വെച്ചാൽ ഞാൻ അതാണ് കഴിച്ചത്. സമയം അപ്പോൾ 2 മണിയായി. ചോറൊക്കെ കഴിച്ചൊന്ന് കുറച്ച് നേരം ഒന്ന് മയങ്ങിയതിന് ശേഷം 4:30 ആയപ്പോഴേക്കും ഒരു 4 മണി കഴിഞ്ഞപ്പോൾ സിനാനും ഐഷുവൊക്കെ വന്നു. അതൊന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവർ കുളിച്ച് ഫ്രഷായിരിക്കുകയാണ്. ഐഷുവിന് മദ്രസയിൽ പോകണം. അങ്ങനെ അവൾ പർദ്ദയൊക്കെ ഇട്ട് കുറച്ച് സ്നാക്സൊക്കെ കഴിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ചായക്ക് കടിയായിട്ട് വാഴയ്ക്കാപ്പവും നെയ്യപ്പവും ഒക്കെ നമ്മുടെ ചായക്കടയിൽ നിന്ന് വാങ്ങി. അങ്ങനെ അത് കഴിക്കാൻ എടുത്തു വെച്ചു. പക്ഷേ കഴിച്ചില്ല. സിനാനാണ് ഐഷുവിനെ ദുവായെയും മദ്രസയിൽ കൊണ്ടാക്കുന്നത്. ദുവ അവളുടെ കസിൻ സിസ്റ്ററാണ്. അപ്പോൾ കൊണ്ടാക്കാനായിട്ട് സിനാനാണ് പോകുന്നത്. അങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞ് പോവുകയാണ് മദ്രസയിൽ. ചായയൊക്കെ കുടിച്ചിട്ട് കൊട്ടിയം വരെ ഒന്ന് പോകണമായിരുന്നു. അങ്ങനെ കൊട്ടിയത്ത് പോവുകയാണ്. കൊട്ടിയത്തിൻ്റെ റോഡാണ് ഇതായി കാണുന്നത്. ഇവിടെയും റോഡ് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വണ്ടിയിൽ പോകുമ്പോൾ നിറച്ചും പൊടിയും കാര്യങ്ങളും ഒക്കെയാണ്. നമുക്കൊരുപാട് ബുദ്ധിമുട്ടൊക്കെയാണ്. എന്നാലും സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയല്ലേ പറ്റൂ. സാഹചര്യം അങ്ങനെയല്ലേ. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കൊട്ടിയത്തൊക്കെ പോയിട്ട് വന്നു. സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു വന്നു. ഐഷുവും സിനാൻ്റെയും പുതിയ കലാപരിപാടി ഇതാണ്. സിനാന് മീൻ വളർത്തൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അവൻ ഈ ബൗളിലാണ് ഞാൻ മുന്നേ ഇട്ട് കൊടുത്തത്. അവൻ അത് മാറ്റിയിട്ട് വീണ്ടും ഒരു പ്ലാസ്റ്റിക് ചെടിച്ചട്ടിക്കകത്താക്കി വെച്ചിരുന്നത്. അങ്ങനെ ഞാൻ ഇതിനകത്ത് മണി പ്ലാന്റ് വെച്ചിരുന്നതാണ്. അവൻ അടുക്കളയിൽ പോയി എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്ത് മീനുകളെല്ലാം വീണ്ടും പറക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ചെടിയൊക്കെ അതിൽ വെച്ചു. അടുക്കളയിൽ അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുപോയി. അവന് ഭയങ്കര ഇഷ്ടമാണ് ഈ മീൻ വളർത്തൽ.
അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.